നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിമർശിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പാനൂരിൽ ക്ഷേത്രോത്സവത്തിൽ അന്നദാനത്തിനിടെ ഭക്ഷ്യവിഷബാധ. 150ഓളം പേർ ചികിത്സ തേടി. കഴിഞ്ഞ 5 വർഷത്തെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചാൽ മാഹിയിൽ BJP ജയിക്കുമെന്ന് പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന. നിലവിൽ പുതുച്ചേരിയിലെ രാഷ്ട്രീയ സാഹചര്യം NDAയുടെ തുടർ ഭരണത്തിന് അനുകൂലമാണെന്നും സുരാന. വാർത്തകൾ വിശദമായി. പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിമർശിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ല, വിമർശിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? പാർട്ടിയെ വെല്ലുവിളിക്കാൻ കുഞ്ഞികൃഷ്ണൻ ആരാണ്? പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് കണക്ക് അവതരിപ്പിക്കാൻ മനസ്സില്ല. തോന്നിവാസങ്ങൾ പുസ്തകത്തിൽ എഴുതിവെച്ചാൽ കേസ് കൊടുക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എൻ്റെ രാജ്യ രക്തസാക്ഷി കൊണ്ടുപോയി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ 2-3-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞികൃഷ്ണനെ എടുത്ത നിലപാട്, കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് കണക്കെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ, കേസ് കൊടുക്കുക. അതാ പറഞ്ഞ കേസ് MP ചേരാൻ കേസ് കൊടുക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും. പിന്നെന്താ, തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദ മാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിൽ ക്ഷേത്രോത്സവത്തിൽ അന്നദാനത്തിനിടെ ഭക്ഷ്യവിഷബാധ. ഈസ്റ്റ് വെള്ളിയായി കൂടത്തിൽ മടപ്പുര തിരുവപ്പന ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിലാണ് ഭക്തർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. 100-ലധികം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായാണ് പ്രാഥമിക വിവരം. വള്ളിയായി കൂടത്തിൽ തിരുവപ്പന ഉത്സവത്തിന്റെ അന്നദാനത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 150-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് നൽകിയ ഭക്ഷണത്തിലാണ് വിഷബാധയുണ്ടായത്. ഇതേ തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൽനയുടെ നേതൃത്വത്തിൽ മടപ്പുര പരിസരത്ത് ക്യാമ്പ് നടത്തി. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ബോധവൽക്കരണം, ആരോഗ്യ ക്യാമ്പ്, ജലപരിശോധന തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ പറഞ്ഞു. മുകേരി ഗ്രാമപഞ്ചായത്തിൽ ഈസ്റ്റ് വെള്ളിയായി കൂടത്തിൽ ക്ഷേത്ര ഉത്സവം നടന്നുകൊണ്ടിരിക്കെ അവിടെ ഭക്തജനങ്ങൾക്ക് അന്നദാന വിതരണം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് 100-ലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട് നമ്മുടെ FHCയിലെ ഡോക്ടറെ അടക്കം മരുന്നും മറ്റ് സേവനങ്ങളും നൽകിക്കൊണ്ട് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വീടുകളും കയറി ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുകയും കുടിവെള്ളമടക്കം ശേഖരിച്ച് ടെസ്റ്റ് നടത്താൻ വേണ്ട സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിനെ അറിയിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ U ഷാജി, ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് ബാബു ശ്രീസ്ത എന്നിവർ നേതൃത്വം നൽകി. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം കുടിവെള്ളം, അച്ചാർ, പപ്പടം എന്നിവ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചാൽ മാഹി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന് പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന. മാഹി നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ഉപരി പ്രവർത്തകരുടെ കൺവെൻഷൻ ഇരട്ടപ്പിലാക്കൂൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എന്ന പോലെ പുതുച്ചേരിയിലും കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിലും തമ്മിൽ തല്ലിലും അഴിമതി കൊണ്ടും തകർന്നിരിക്കുകയാണെന്ന് പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന പറഞ്ഞു. മാഹി നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ഉപരിപ്രവർത്തകരുടെ കൺവെൻഷൻ ഇരട്ടപ്പിലാക്കൂൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP. 14 കോടി ജനങ്ങൾ അംഗങ്ങളായിട്ടുള്ള പാർട്ടി, അത്രയും കാര്യകർത്താക്കളുള്ള പാർട്ടി. അതുകൊണ്ട്
20ഓളം സ്റ്റേറ്റുകൾ ഭരിക്കുന്ന പാർട്ടി. അപ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. ആ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നു. நரேந்திர மோடி அவரு இந்த நாட்டுக்கு மட்டும் இல்லை, உலகத்துக்கே லீடர். നമ്മുടെ ലീഡർ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നമ്മുടെ മാത്രം ലീഡറല്ല, ഈ ലോകത്തിന്റെ തന്നെ നേതാവാണ്. 2014 இப்போ வரைக்கும் என்னெல்லாம் சேஞ்சஸ் இருக்குதோ அதை நீங்கள் கரெக்டாக பார்த்தீங்கன்னா இந்தியா யோசிக்கிறதே சேஞ்ச் ஆகிடுது. 2014 മുതൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാരതം ആലോചിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. இப்போ சில பேர் சொல்கிறாங்க മാഹി മണ്ഡലം പ്രഭാരി ദൊരൈ ഗണേഷ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ ദിനേശൻ, മാഹി മണ്ഡലം പ്രസിഡന്റ് പി പ്രബീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഗനീഷ് മഠത്തിൽ, കെ എം ത്രിജേഷ്, പി ടി ജയചന്ദ്രൻ, ഷാജിന തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ പൂർത്തീകരിച്ച ചെറുകുന്നുമ്മൽ ചെറിയാൾ റോഡ്, കരുവാക്കണ്ടി വയൽ റോഡ് എന്നിവ നാടിന് സമർപ്പിച്ചു. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മുലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇനി ചെയ്യാനുള്ള ഒരുപാട് റോഡുകൾ നേരത്തെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഇതൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാനുള്ള റോഡുകളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടി പഞ്ചായത്തിന്റെ പരമാവധി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കാനുള്ള സ്വീകരിക്കുമെന്ന് ഉറപ്പുവരികയാണ്. ആവശ്യമായ പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻ അംഗം ഹാജറ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി വി പ്രസാദ്, കാട്ടൂർ മുഹമ്മദ്, കണിയാർക്കൽ യൂസഫ്, അച്ചാറിൻ്റെവിട അബ്ദുള്ള മുസ്ലിയാർ, എ പി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. നിസാർ നാറോൾ സ്വാഗതം പറഞ്ഞു. എ പി മുഹമ്മദ്, പാറയുള്ളതിൽ മുഹമ്മദ്, ആബിദ് സി എച്ച്, മുസ്തഫ തയ്യിൽ, മുഹമ്മദ് കരിപ്പാൽ, കരുവാങ്ങണ്ടി മൊയ്തീൻ, കരുവാങ്ങണ്ടി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ പോലീസ് സ്റ്റേഷൻ SHO MV ഷിജു അധ്യക്ഷനായി. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MB ആസാദ് മുഖ്യാതിഥിയായി. പാനൂർ SI മാരായ PR ശരത്, മുഹമ്മദ് ഷജീർ, K സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ കൺട്രോൾ റൂം SI KM സുജോയ് സ്വാഗതവും സിവിൽ പോലീസ് ഓഫീസർ AK രാജേഷ് നന്ദിയും പറഞ്ഞു. മട്ടാമ്പ്രം മെയിൻ റോഡ് താലിമുൽ അവ UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച CKP ചെറിയ മമ്മൂക്കേയി ഓപ്പൺ എയർ ഓഡിറ്റോറിയം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2-ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മട്ടാമ്പ്രം മെയിൻ റോഡ് താലിമുൽ അവാം UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച CKP ചെറിയ മമ്മൂക്കേയി ഓപ്പൺ എയർ ഓഡിറ്റോറിയം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2-ന് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CKP ചെറിയ മമ്മൂക്കയുടെ നാമധേയത്തിലാണ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ ഫെബ്രുവരി 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതേ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകൻ TP അബ്ദുസലാം മാസ്റ്റർക്കുള്ള പുരസ്കാരം ബഹുമാനപ്പെട്ട തലശ്ശേരി നഗരസഭ ചെയർമാൻ ശ്രീ കാരായി ചന്ദ്രശേഖരൻ വിതരണം ചെയ്യാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രഗത്ഭർ മാനേജ്മെന്റ് രംഗത്തും അധ്യാപക രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ മാനേജർ തലശ്ശേരി നഗരസഭ ചെയർമാനായിരുന്ന PK ഉമ്മർകുട്ടി സാഹിബായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകൻ തലശ്ശേരി നഗരസഭ ചെയർമാൻ
പെരിങ്ങളം MLA-യുമായിരുന്ന NA മൊമോഹാജിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ടരായ അധ്യാപകർ, നമ്മുടെ മുനിസിപ്പൽ നഗരസഭാ അംഗമായ സെലിൻ ടീച്ചർ, ഈ പ്രസ് ക്ലബിലെ ഭാരവാഹി കൂടിയായിരുന്ന KMA മുസ്തഫ മാസ്റ്റർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊക്കെ ഈ വിദ്യാലയത്തിൽ, അബൂബക്കർ മാസ്റ്റർ, അങ്ങനെ ഒരുപാട് ആളുകൾ അധ്യാപകരായി, മാനേജ്മെന്റ് പ്രതിനിധികളായി വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 92 വർഷക്കാലത്തെ പാരമ്പര്യമുള്ള വിദ്യാലയത്തിൽ പുതിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് തലശ്ശേരിയിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തിന് വലിയ ഗുണം ചെയ്യുന്ന വിധത്തിലാണ് നഗരത്തിലെ ഹൃദയഭാഗത്ത് മെയിൻ റോഡിൽ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം സംവിധാനിച്ചിട്ടുള്ളത്. സ്കൂളിൽ ഇപ്പോൾ 100-ലേറെ വിദ്യാർത്ഥികളും 13 അധ്യാപകരുമുണ്ട്. സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകൻ TP അബ്ദുൽ സലാം മാസ്റ്റർക്ക് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കരായ് ചന്ദ്രശേഖരൻ ഉപഹാരം നൽകും. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാനേജർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, O അബ്ദുള്ള മാസ്റ്റർ, CKP മമ്മു, M ബഷീർ മാസ്റ്റർ, C ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. സഹപ്രവർത്തകന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ പാനൂരിൽ ബസ് ജീവനക്കാരുടെ സാന്ത്വന യാത്ര. പറശ്ശിനി ബസ് ഡ്രൈവറായിരുന്ന പൊയിലൂരിലെ വിനോദന്റെ ചികിത്സാർത്ഥമാണ് പാനൂർ മേഖലയിലെ 8ഓളം ബസ്സുകൾ ചൊവ്വാഴ്ച സാന്ത്വന യാത്ര നടത്തിയത്. തലശ്ശേരി മനേക്കര പൊയിലൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന പറശ്ശിനി ബസ്സിലെ ഡ്രൈവറായിരുന്നു വിനോദൻ. ഇരു വൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിലാണ്. 2 കണ്ണുകളുടെ കാഴ്ചയും നഷ്ടമായി. ഡയാലിസിസ് ചെയ്യാനും മറ്റും വളരെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതോടെയാണ് സഹപ്രവർത്തകന് സാന്ത്വനമേകാൻ ഒരു ദിനം ബസ് ജീവനക്കാർ മാറ്റിവെച്ചത്. പാനൂർ മേഖലയിലെ 8ഓളം ബസ്സുകൾ സ്വാന്തന യാത്രയിൽ പങ്കെടുത്തതായി ജീവനക്കാർ അറിയിച്ചു. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ സഹപ്രവർത്തകനായ വിനോദേട്ടന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. പാനൂർ മേഖലയിൽ നിന്നുള്ള 8ഓളം ബസ്സുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് കിട്ടുന്ന പൈസ നമ്മൾ വിനോദേട്ടന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം മൂലം 2 കണ്ണിൻ്റെ കാഴ്ചകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്നൊരു സഹായം അവർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റ് ബസ്സുകൾ വരും ദിവസങ്ങളിലും യാത്ര നടത്തും. ഓൾ കേരള പാരാമെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വ്യാപാരി സുനിൽ കുമാർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓൾ കേരള പാരാമെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച IITS വിറ്റൽ വൈബ്സ് 2026 സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച ചൊക്ലി വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ഡയറക്ടർ റീജ സന്തോഷ് അധ്യക്ഷയായി. വ്യാപാരി സുനിൽകുമാർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നിങ്ങളെല്ലാവരും ഈ വളരെ നല്ലൊരു പെർഫോമൻസിൻ്റെ പരിണിതഫലമായിട്ടുള്ള ഒരു നല്ലൊരു സുഹൃതമായ ദിവസമായിരുന്നു ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതിനെക്കാട്ടും മികച്ച മെച്ചപ്പെട്ട, കാരണം 6ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ അത് ചെറിയൊരു ഇതല്ല, അത് വളരെ വലിയൊരു അംഗീകാരമാണ്. 1ാം സ്ഥാനത്തിന് തുല്യമായ ഒരു അംഗീകാരം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. കലോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പണിൽ 2ാം സ്ഥാനം നേടിയ അബ്ദുൽ സലാം ചടങ്ങിൽ സമ്മാനം ഏറ്റുവാങ്ങി. മലപ്പുറത്ത് ജനുവരി 27, 28, 29 തീയതികളിലായാണ് കലോത്സവം നടന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ സന്തോഷ് കുമാർ സ്വാഗതവും അധ്യാപിക ബേബി സഹിത നന്ദിയും പറഞ്ഞു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പച്ചക്കറി കൃഷിയുമായി KP മോഹനൻ MLA. പാനൂർ പുത്തൂരിലെ വീട്ടിന് മുന്നിലെ വിശാലമായ വയലിലാണ് കൃഷി. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പച്ചക്കറി കൃഷിയുമായി KP മോഹനൻ MLA. പാനൂർ പുത്തൂരിലെ വീട്ടിനു മുന്നിലെ വിശാലമായ വയലിലാണ് കൃഷി ഇറക്കിയത്. മുൻ കൃഷിമന്ത്രി കൂടിയായ KP മോഹനെ കൃഷി
ഒരു കുട്ടിക്കളിയല്ല, അത് പൈതൃകമായി ലഭിച്ചതാണ്. പിതാവ് അന്തരിച്ച മുൻ മന്ത്രി PR കുറുപ്പിന്റെ കാലം മുതലേ വീട്ടിനു മുന്നിലെ വയലിൽ അമ്മയോടൊപ്പം കൃഷി ചെയ്യാറുണ്ട്. ഓർമ്മ വെച്ച കാലം മുതലേ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ജീവിതത്തിന്റെ ഭാഗമാണ്. കൃഷിമന്ത്രിയായിട്ടും ഔദ്യോഗിക തിരക്കുകൾ ഏറെയുള്ളപ്പോഴും കൃഷിക്ക് അവധി നൽകിയിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. നമ്മുടെ സംസ്കാരമായ കൃഷി പുതുതലമുറയ്ക്ക് നമ്മൾ തന്നെ പകർന്നേക്കണമെന്ന് KP മോഹനൻ MLA പറഞ്ഞു. കൃഷി നമ്മുടെ സംസ്കാരമാണ്. അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിനടുത്തുള്ള വയലിലുള്ള പച്ചക്കറി കൃഷി നടത്തുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടങ്ങിയതുമല്ല. പഴയ കാലത്ത് എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ തന്നെ പഴയ കാലത്ത് ഇവിടെ കൃഷി ചെയ്യുകയുണ്ടായിരുന്നു. അമ്മയോടൊപ്പം ഞാനും ചെറുപ്പകാലത്ത് ഇവിടെ കൃഷിയും ഒക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഏപ്രിൽ മാസത്തിൽ നെല്ല് വിതക്കുകയും അതിനുശേഷം ഒക്ടോബർ മാസം നവംബർ മാസത്തിൽ പച്ചക്കറി നടുക എന്നതും ഒരു പാരമ്പര്യമായിട്ട് മുന്നോട്ട് പോയതാണ്. അതിലൂടെ ഒന്നുള്ളത് നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പുരയിടത്തിലും നമ്മുടെ പറമ്പിലും ഒക്കെ നമുക്ക് വിളയിച്ചെടുക്കാമെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഭാര്യ ഹേമജിയോടും പേരമക്കളായ ഋഷിറാം, ലിയ നായർ, കൃഷിക്ക് എല്ലാ വർഷവും കൂട്ടായിട്ടുള്ള ശ്രീധരനും മറ്റുള്ളവർക്കും ഒപ്പമാണ് കൃഷി ഇത്തവണയും ചെയ്യുന്നത്. പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരും വിശാലമായ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ആതുര സേവന രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാനുമായി തയ്യാറാക്കിയ പുതിയ മൊബൈൽ ആപ്പ് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മൊബൈൽ ആപ്പ് പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ പ്രിയ നേതാവ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ആശ്രയ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ പിറവിയെടുത്ത ഇന്ന് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ആശ്രയയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഡിജിറ്റൽ യുഗത്തിനനുസൃതമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹതാപമല്ല വേണ്ടത്, ഇതുപോലെയുള്ള സംഘടനകൾക്ക് അനുതാപമാണ്. വളരെ അനുതാപത്തോടുകൂടി എല്ലാവരെയും നമുക്കിത് വന്നില്ലല്ലോ എന്നുള്ള സമാധാനത്തോടുകൂടി അവരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. കേരള പ്രൊഫഷണൽ നെറ്റ്വർക്ക് തലശ്ശേരി ചാപ്റ്ററാണ് ആപ്പിൻ്റെ സാങ്കേതിക സഹായം ഒരുക്കിയത്. ചടങ്ങിൽ നിയമസഭാ സ്പീക്കറും ആശ്രയയുടെ വർക്കിംഗ് ചെയർമാനുമായ അഡ്വക്കേറ്റ് AN ഷംസീർ, ആശ്രയ സെക്രട്ടറി അച്ചൂട്ടി മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി SK അർജുൻ, ആശ്രയയുടെ ഡയറക്ടർമാരായ വിജയൻ വെളിയമ്പ്ര, ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആശ്രയയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിഞ്ഞുകൊണ്ട് ആപ്പിലൂടെ പൊതുജനങ്ങൾക്ക് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാനും സഹായങ്ങൾ എത്തിക്കാനും സാധിക്കും. വരും ദിവസങ്ങളിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ സേവനം ലഭ്യമാകും. മുകേരി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ഗ്രാമസഭ യോഗങ്ങൾക്ക് തുടക്കമായി. 13ാം വാർഡ് ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷയായി. മുകേരി ഗ്രാമപഞ്ചായത്ത് ആദ്യ ഗ്രാമസഭാ യോഗങ്ങൾക്ക് തുടക്കമായി. AKG നഗർ പരിസരത്ത് നടന്ന 13ാം വാർഡ് ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷയായി. മറ്റു കാര്യങ്ങളിൽ ടെൻഡറുടെ ശേഷം നടക്കും. അതേപോലെ തന്നെ സബ് സെന്റർ ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ NHM ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം നിലയിലെ പണി നടക്കുന്നുണ്ട്. വാർഡംഗം KN വിജിന സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TTK പുഷ്പ, കൃഷി ഓഫീസർ ഡോക്ടർ സോണിയ, സുബേർ, തുഷാര, സുമിഷ, KV മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. PC രാജൻ, സുജാത, സുരാജ്, മോഹനൻ, ശാരദ, ഹംസ തുടങ്ങി നിരവധി പേർ വാർഡിന്റെയും പഞ്ചായത്തിന്റെയും വികസനത്തിനായി നിരവധി ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കുത്തകകൾക്കെതിരെ പടപൊരുതി സാധാരണക്കാരന്റെ ആശയും ആശ്രയവുമായ പ്രസ്ഥാനം COA.
കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലെ ചെറുകിട കേബിൾ ഇന്റർനെറ്റ് മേഖലയെ ചേർത്ത് പിടിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ സംഘടിത ശക്തിയാണ് സിഒഎ അഥവാ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ശക്തരായ കുത്തകകളോട് പടപൊരുതി കേരളത്തിന്റെ തനത് ബ്രാൻഡായി മാറിയ കേരള വിഷൻ സമാനതകളില്ലാത്ത സംരംഭമാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം സേവനം നടത്തിവരുന്ന കേരള വിഷൻ ഇന്ത്യയിലെ എണ്ണപ്പെട്ട 5 കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് മലയാളികൾ നൽകിയ അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. സിഒഎയുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് പാറാൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി 13, 14 തീയതികളിൽ നടക്കുന്നു. 13-ന് തൊക്കിലങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയെ തുടർന്ന് റൂറൽ ബാങ്ക് അങ്കണത്തിൽ KO പ്രശാന്ത് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. MLA-മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസന് പ്രണാമം അർപ്പിച്ച് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനപ്രണാമം ഗാനമേള അരങ്ങേറും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി തിരുവങ്ങാട് CVN കേരള കളരി സംഘത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തോടനുബന്ധിച്ച് ദേവദാസ് ഗുരുക്കൾ അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി. തിരുവങ്ങാട് CVN കേരള കളരി സംഘത്തിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ദേവദാസ് ഗുരുക്കൾ അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തലശ്ശേരി O. ചന്തുമേനോൻ സ്മാരക വലിയമാടാവ് ഗവൺമെന്റ് UP സ്കൂളിൽ ഗോപിക റാണി ഉദ്ഘാടനം ചെയ്തു. കളരിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ചിത്രകലാ മത്സരത്തിന്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം എനിക്ക് അത്യന്തം സന്തോഷവും അഭിമാനവും നൽകുന്നു. കളരിപ്പയറ്റ് ശരീരത്തിന്റെ ശക്തിയെയും മനസ്സിന്റെ ഏകാഗ്രതയെയും വളർത്തുന്ന കലയാണെങ്കിൽ ചിത്രകല മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും നിറങ്ങളാണ്. ഇത് രണ്ടും മനുഷ്യരെ സമ്പൂർണ്ണനാക്കുന്ന കലാരൂപങ്ങളാണ്. കളരിപ്പയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. 1 വർഷമായി നമ്മുടെ CVN കളരിയിലെ സ്ഥിരം എന്ന് പറയുന്നില്ല, ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടും അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഞങ്ങളുടെ കളരിയിലേക്ക് വരിക. ഈ ചിത്രരചനയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കളരിപ്പയറ്റിലേക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. വാർഡ് കൗൺസിലർ E. ആശ അധ്യക്ഷയായി. അതായത് ചെമ്മാടം വീട്ടിൽ നാരായണൻ ഗുരുക്കളായിരുന്നു. അദ്ദേഹമാണ് ഈ CVN കളരി ആദ്യമായി തുടങ്ങിയത്. അതുപോലെ തന്നെ അത് തുടർന്ന് നമ്മുടെ കേളുഗുരുക്കൾ, ശിവദാസ ഗുരുക്കളുടെ അച്ഛനായ കേളുഗുരുക്കൾ ഇന്ന് അത് നല്ല രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവങ്ങാട് തന്നെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഇന്നിപ്പം ഒരുപാട് CVN കളരികളുണ്ട്, പക്ഷെ ഇതിൻ്റെയൊക്കെ ആരൂഢം ഈ തിരുവങ്ങാടുള്ള കളരിയാണ്. അപ്പം അതിന് ഇന്ന് നമ്മുടെ ഇപ്പം അന്വേഷണം പറഞ്ഞ മാതിരി കുട്ടികൾ ഇന്ന് പല രീതിയിലും, അതായത് ലഹരിയുടെയും പല രീതിയിലും നമ്മൾ കുട്ടികൾ മോശമായി പോകാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. നമുക്ക് അതിൽ നിന്നൊക്കെ കുട്ടികളെ ശ്രദ്ധ തിരിക്കുക. അനിൽ ഇടത്തിൽ സ്വാഗതവും ശിവദാസ് ഗുരുക്കൾ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശാന്തിഗിരി ആശ്രമം വള്ളിയയിലെ ഗുരുവിന്റെ ദർശന മന്ദിരം സമർപ്പണത്തിന്റെ 12ാം വാർഷികാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമുചിതമായി ആഘോഷിച്ചു. പുഷ്പ സമർപ്പണവും നടന്നു. ശാന്തിഗിരി ആശ്രമം വള്ളിയായിലെ ഗുരുവിന്റെ ദർശന മന്ദിരം സമർപ്പണത്തിന്റെ 12ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 5 മണിയോടെയാണ് ആരാധനാ ചടങ്ങുകൾ ആരംഭിച്ചത്. പുഷ്പ സമർപ്പണവും നടന്നു. ദർശന മന്ദിരം സമർപ്പണ വാർഷികം സത്സംഗം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സ്വാമിമാർ ഉദ്ഘാടനം ചെയ്തു.
സത്സംഗത്തിൽ സ്വാമി ഗുരുസവിത് ജ്ഞാനതപസ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി വന്ദനരൂപൻ ജ്ഞാനതപസ്വി മുഖ്യാതിഥിയായി. പി ദാമോദരൻ അധ്യക്ഷനായി. ഡോക്ടർ എം മുരളീധരൻ, എ രാജീവൻ, ഹർഷത് ലാൽ, ഹർഷ പവിത്രൻ എന്നിവർ സംസാരിച്ചു. സന്ധ്യാപ്രകാശ് സ്വാഗതവും ടി രാജീവൻ നന്ദിയും പറഞ്ഞു. പൊയിലൂർ തൊടുവച്ചീൻ്റെവിട ശാക്തേയ ദേവീക്ഷേത്രം 14ാം വാർഷികാഘോഷം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മേലെടുത്ത് സത്യമൂർത്തി തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൊയിലൂർ തൊടുവച്ചീൻ്റെവിട ശാക്തേയ ദേവീക്ഷേത്രം 14ാം വാർഷികാഘോഷം സമാപിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി മേലെടുത്ത് സത്യമൂർത്തി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ഭഗവതി പൂജ തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം നടന്ന കുടുംബസംഗമം മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് BP അനന്തൻ അധ്യക്ഷനായി. രംഗീഷ് കടവത്ത് പ്രഭാഷണം നടത്തി. മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഈ ലോകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ചെറിയൊരു ഉപദേശം എന്താ അറിയോ, നിങ്ങൾ ഇന്ത്യ നന്നാക്കാനൊന്നും നിൽക്കണ്ട, അതിനെല്ലാം ഇവിടെ ആളുണ്ട്. കേരളം നന്നാക്കുവാൻ നിങ്ങൾ മെനക്കെടുക വേണ്ട, അതിന് മുടുമുടുക്കരായ ആൾക്കാർ അവിടെ ഉണ്ട്. ഈ പഞ്ചായത്ത് ഭരിക്കാനും മുടുമുടുക്കന്മാരായ ആളുകൾ ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന മനുഷ്യജന്മങ്ങളായി നിങ്ങൾ മാറുക. എനിക്കെന്റെ വീട് സുരക്ഷിതമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നേയില്ല. പ്രതിഭകളെ അനുമോദിച്ചു. ക്ഷേത്രം ജനറൽ സെക്രട്ടറി സജീവൻ യദുകുലം, KP രാജൻ, രാജേഷ്, നിത്യരാജൻ, KP സാജു, PK ബാലകൃഷ്ണൻ, VP സുരേന്ദ്രൻ, C രാഘവൻ, VP സുരേന്ദ്രൻ, T സാരംഗ തുടങ്ങിയവർ സംസാരിച്ചു. VP ചന്ദ്രൻ സ്വാഗതവും VP രാജീവൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നാഗപൂജ നടന്നു. പാമ്പുമേക്കാട് ഇല്ലത്ത് ശ്രീ വല്ലഭൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പാമ്പുമേക്കാട്ട് ഇല്ലത്ത് ശ്രീ വല്ലഭൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നാഗപൂജ നടന്നത്. സർപ്പബലി, നൂറും പാലും എന്നിവ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രസാദ ഊട്ടും നടന്നു. വിളക്കോട്ടൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം സന്ധ്യ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തിറ മഹോത്സവം 11-ന് സമാപിക്കും. വിളക്കോട്ടൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 11 വരെയാണ് തിറ മഹോത്സവം നടക്കുക. ഉദ്ഘാടന സമ്മേളനം സന്ധ്യ വിജയകുമാർ നിർവഹിച്ചു. മുത്തപ്പന്റെ വിളിയില്ലാതെ മുത്തപ്പന്റെ നടയിൽ എത്താൻ പറ്റില്ല എന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മടപ്പര മുത്തപ്പന്റെ വിളി തന്നെയാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിന് കാരണഭൂതനായത് നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ രവീന്ദ്രൻ സാറാണ്. ആദ്യം തന്നെ സാറിനുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ സാറ് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ എല്ലാ ഭാരവാഹികൾക്കും, അതുപോലെ എന്നെ ശ്രമിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്തേ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ കോട്ടയത്തിൻ്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് C മോഹനൻ അധ്യക്ഷനായി. രവീന്ദ്രൻ പൊയിലൂർ പങ്കെടുത്തു. മടപ്പുര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി AP കോരൻ സ്വാഗതവും ഖജാൻജി C പവിത്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി വടക്കുംപാട് കാളിയിൽ പുളിഞ്ഞോളി ഭഗവതി ക്ഷേത്രം തിറമഹോത്സവത്തിന് കൊടിയേറി. 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടക്കുന്നത്. തലശ്ശേരി വടക്കുംപാട് കാളിയിൽ പൊളിഞ്ഞോളി ഭഗവതി ക്ഷേത്രം തിറമഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിലായാണ് തിറമഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി സി സുരേന്ദ്രൻ കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചു. പുളിഞ്ഞോളി ക്ഷേത്രത്തിലെ 2026 തിറമഹോത്സവത്തിന് ഈ കൊടിയേറ്റത്തോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി അടുത്തതായി നാഗപൂജ, വൈകുന്നേരം ഗണപതി ഹോമം, ശക്തിപൂജ, പിന്നെ 50ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന നൃത്തസന്ധ്യ, ഇതൊക്കെ ഇന്നുണ്ടായിരിക്കുന്നതാണ്. നാളെ മുതൽ കാവിൽ കയറത്തിന് ശേഷം വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടം. മറ്റന്നാൾ ബുധനാഴ്ച, 4-ാം തീയതി ബുധനാഴ്ച വിവിധ വെള്ളാട്ടങ്ങൾ. രാത്രി 12 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത് പ്രവേശിക്കലും 5-ാം തീയതി കലശം വരവ്, 5-ാം തീയതി തിരുമുടി നിവരന്തോടൊപ്പം തന്നെ അന്നദാനം. അത് കഴിഞ്ഞ് വൈകുന്നേരം 4:30 മണിക്ക് ഉത്സവം സമാപിക്കുന്നതാണ്. എല്ലാ നാട്ടുകാരുടെയും എല്ലാവിധ സഹായങ്ങളും ക്ഷേത്ര കമ്മിറ്റി പ്രതീക്ഷിക്കുന്നു. സെക്രട്ടറി കെ മനോജ് കുമാർ, രാജൻ അരയാക്കണ്ടി, പി സുകുമാരൻ, ഷാജി കോട്ടായി, EK രാധാകൃഷ്ണൻ, ചന്ദ്രൻ കിനാത്തി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടിയേറ്റത്തിന് ശേഷം നാഗപൂജയും നടന്നു. വൈകിട്ട് 6 മണിക്ക് ഗണപതി ഹോമം, രാത്രി 7 മണിക്ക് ശക്തിപൂജ, വൈകിട്ട് 5 മണി മുതൽ അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികൾ, രാത്രി 8-ന് നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. ഫെബ്രുവരി 3-ന് ചൊവ്വാഴ്ച വൈകിട്ട് 5:30-ന് കാവിൽ കയറൽ, 6:30-ന് വെള്ളാട്ടം, രാത്രി 7 മണിക്ക് വെള്ളാട്ടം, 8 മണിക്ക് കരുണ. ഫെബ്രുവരി 4-ന് ബുധനാഴ്ച വൈകിട്ട് 5:30-ന് വെള്ളാട്ടം, 6:30-ന് വെള്ളാട്ടം, 11 മണിക്ക് കുളിച്ചെഴുന്നള്ളത്തിന് പുറപ്പെടൽ, രാത്രി 12 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത്, തിരുമുറ്റത്ത് പ്രവേശിക്കൽ, കലശം വരവ്, മേലേരി പ്രദക്ഷിണം എന്നിവ നടക്കും. ഫെബ്രുവരി 5-ന് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഗുളികൻ തിറ, ബപ്പൂരൻ, ശാസ്തപ്പൻ, അങ്കക്കാരൻ, ഘണ്ടാകർണൻ തിറയും, രാവിലെ 9:30-ന് ചെറിയ തമ്പുരാട്ടിത്തിറ, ഇളയടത്ത് ഭഗവതി, വലിയ തമ്പുരാട്ടിത്തിറ, 11:30-ന് തമ്പുരാട്ടിക്ക് മുല്ലമാല ചാർത്തൽ, ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദ സദ്യയും, വൈകിട്ട് 3 മണിക്ക് ഗുരുസിയും, 4 മണിക്ക് കൊടിയിറക്കലോടുകൂടി ഉത്സവം സമാപിക്കും.
മനേക്കര കുനിയാമ്പ്രത്ത് ശ്രീ എള്ളെടുത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തിറ മഹോത്സവത്തിനും പ്രതിഷ്ഠാ വാർഷികത്തിനും ഭക്തി നിർഭരമായ തുടക്കം. 4 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ദേശവാസികളുടെ നാട്ടരങ്ങ് പരിപാടിയോടെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുനിയാമ്പ്ര ഫെസ്റ്റ് 2K26 എന്ന പേരിൽ വിപുലമായ കലാപരിപാടികളും നടത്തി. തിങ്കളാഴ്ച ദീപാരാധന, കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, മുത്താച്ചിപ്പോതി വെള്ളാട്ടം, ഘണ്ടാകർണൻ വെള്ളാട്ടം, മണത്തണ കരിങ്കാളിയുടെ വെള്ളാട്ടം, കാരണവർ വെള്ളാട്ടം, അങ്കക്കാരൻ എള്ളെടുത്ത് ഭഗവതിയുടെ കരുണ, രാത്രി കലശം വരവ് എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് KK രാമചന്ദ്രൻ, സെക്രട്ടറി TP പ്രേമരാജൻ, ഗജാഞ്ച് KP ഹേമന്ത്, രതീഷ് മാത്തൻ്റെവിട, ജനകൻ, ജീവാനന്ദ്, KK ചന്ദ്രബാബു, K സുരേഷ് ബാബു, M ജയരാമൻ, ദാസൻ, മാതൃസമിതി ഭാരവാഹികളായ ജയലക്ഷ്മി, സിന്ധു, ലീന, മൈഥിലി, മിനി, ഷീന എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. പിണറായി വെണ്ടുട്ടായി കൈതേരി പുതിയടത്ത് ഘണ്ടകർണൻ ക്ഷേത്രം തിറ മഹോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് തിറ മഹോത്സവം നടന്നത്. പാനൂർ തലശ്ശേരി റോഡിലെ ചിങ്കിലി സെറാമിക് 9ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. പിണറായി വെണ്ടുട്ടായി കൈതേരി പുതിയടത്ത് ഘണ്ടാകർണ ക്ഷേത്രം തിറമഹോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. പുലർച്ചെ മുതൽ ഗുളികൻ തിറ, ശൂലം തിറ, കരിവേടൻ തിറ, കാരണവർ തിറ, ശാസ്തപ്പൻ തിറ, ഘണ്ടാകർണൻ തിറ, രാവിലെ 7 മണി മുതൽ തെക്കൻ കരിയാത്തൻ, കൈക്കോളൻ തിറ, വസൂരിമാല എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. കണിയാമ്പള്ളി കർമ്മങ്ങളും
മുളകേറ് ചടങ്ങോടുകൂടി ഉത്സവം സമാപിച്ചു. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെ മഹത്വൽക്കരിക്കാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിമർശിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പാനൂരിൽ ക്ഷേത്രോത്സവത്തിൽ അന്നദാനത്തിനിടെ ഭക്ഷ്യവിഷബാധ. 150ഓളം പേർ ചികിത്സ തേടി. കഴിഞ്ഞ 5 വർഷത്തെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചാൽ മാഹിയിൽ BJP ജയിക്കുമെന്ന് പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന. നിലവിൽ പുതുച്ചേരിയിലെ രാഷ്ട്രീയ സാഹചര്യം NDAയുടെ തുടർ ഭരണത്തിന് അനുകൂലമാണെന്നും സുരാന. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.